ഇന്ന് നമ്മൾ ഒരു ചെറിയ 10-15 രൂപയ്ക്ക് കിട്ടുന്ന ബ്രഷ് അത് ഉപയോഗിച്ചിട്ട് ഒരു വുഡിൻ്റെ ഡിസൈൻ എങ്ങനെ വരയ്ക്കാമെന്നാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുമ്പോൾ കൂടുതൽ സമയമെടുക്കും. പക്ഷേ ചില വീടുകളിൽ ഇപ്പോൾ ചെറിയൊരു ചെടിച്ചട്ടിയിൽ ഒരു വുഡിൻ്റെ ഡിസൈൻ വരയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചെറിയ വല്ല കളിപ്പാട്ടങ്ങളിൽ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ട് വെക്കാനായിട്ട് വല്ല ബോട്ടിൽ വുഡിൻ്റെ ഡിസൈനൊക്കെ വരയ്ക്കണം. ചില ആളുകൾക്ക് അതൊരു ആഗ്രഹമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെയുള്ള കുഞ്ഞു ബ്രഷുകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ വുഡിൻ്റെ ഡിസൈൻ വരയ്ക്കാം. പിന്നെ വുഡിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വരയ്ക്കുന്നതാണ് വുഡിൻ്റെ ഡിസൈൻ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വരയ്ക്കാം. അപ്പോൾ ചിലപ്പോൾ എന്നെക്കാളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരും. അപ്പോൾ അത് നമ്മുടെ കഴിവുകളാണ് ഓരോരുത്തരുടെയും. കാരണം നമുക്കൊരു പേന ഉപയോഗിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷേ എഴുതാൻ അറിയുന്ന ആളുകൾ എഴുതുമ്പോൾ അതിന് ഒന്നുകൂടെ ഭംഗിയൊക്കെ ഉണ്ടാവും. ആ എഴുത്തിന് ഉപയോഗിക്കുന്ന പേനയൊക്കെ ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ അത് അവരുടെ കഴിവാണ്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ വർക്കും. അപ്പോൾ നമുക്കൊരു ബ്രഷ് നമ്മുടെ അതിൻ്റെ ഒരു ചെറിയ ഐഡിയ എങ്ങനെ അത് ചെയ്യുന്നു എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക് പെയിൻറ്റോ അതല്ലെങ്കിൽ വാട്ടർ പെയിൻറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. ചെറിയ വസ്തുക്കളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വാട്ടർ പെയിൻറ്റിൻ്റെ ബ്രൗൺ കളറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഫെവിക്കോൾ ചേർത്ത് സുഖമായിട്ട് വരയ്ക്കാം.